ഹലോ, ഈ പറയുന്നത് നിങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇത് നിങ്ങളും അറിഞ്ഞിരിക്കണമെന്ന് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകം ടാക്സ് ആക്ട് ഹാസ് ബ്രിങ് two sections that are 269SS and 269T. ഈ രണ്ട് സെക്ഷൻ കൊണ്ടുവന്നതും നമുക്ക് ഒരു 100% എന്ന് പറഞ്ഞാൽ എത്രയാണോ എമൗണ്ട് അതേ എമൗണ്ട് പെനാൽറ്റി കിട്ടാൻ ചാൻസ് ഉള്ളതാണ്. സോ ചുമ്മാ കൊണ്ടുപോയി പെനാൽറ്റി കൊടുക്കണ്ട. അതിനു മുന്നേ 269SS ആസ് വെൽ ആസ് 269T എന്താണെന്ന് നല്ല പോലെ മനസ്സിലായിരിക്കും. സോ ഇൻകം ടാക്സ് ആക്ട് ഈ രണ്ട് സെക്ഷൻസ് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ക്യാഷ് ലോണോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റോ ആയിട്ട് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 20,000 റുപ്പീസ് ആണ്. ആൻഡ് മോർ ദാൻ 20,000 നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ വി ഹാവ് ടു പേ ദി എൻറ്റയർ 100% ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ എമൗണ്ട് ഇൻവോൾവ്. ഓക്കെ അല്ലേ? ആൻഡ് അതേപോലെ തന്നെയാണ് നമ്മുടെ റീപേയ്മെന്റിന്റെ കേസിലും. നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് റീപേയ്മെന്റ് ക്യാഷിൽ ചെയ്യുമ്പോൾ ആൻഡ് we can only repay up to 20,000 rupees. അപ്പോൾ 20,000 റുപ്പീസിന്റെ മുകളിലേക്ക് പോകുമ്പോൾ വാട്ട് വിൽ വി ഡു? ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ദാറ്റ് ക്യാൻ ബി only and only made through bank draft, check, ECS and online modes. ഓക്കെ, ക്യാഷ് ഈസ് കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റഡ്. ആൻഡ് അതേപോലെ തന്നെ 2 ലക്ഷം രൂപ വരെ, എന്താ പറയുന്നത്, 2 ലക്ഷം രൂപ വരെ ആണ് മാക്സിമം നിങ്ങൾക്ക് ഒരു ദിവസം ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യാൻ പാടുള്ളൂ. അതും എങ്ങനെയാണ്? അത് ഒരാൾ തന്നെ തരണമെന്നില്ല. ആ 2 ലക്ഷം രൂപ ഒരാൾ തന്നെ തരണമെന്നില്ല. അത് പല പല ആൾക്കാരായിക്കോട്ടെ, എങ്ങനെയും ആയിക്കോട്ടെ, പക്ഷേ മാക്സിമം 2 lakh പെർ ഡേ. ഓക്കെ അല്ലേ? സോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും, ട്രേഡേഴ്സിന് ഷെയർ ചെയ്യും, കച്ചവടക്കാർക്ക് ഷെയർ ചെയ്യും. കാരണം 100% പെനാൽറ്റി ഇഫ് ദേ ഫൗണ്ട്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.